ഈ ആണ്ടി വലിയ തല്ലുകാരൻ എന്ന് ആരാ പറയുന്നത്? ആണ്ടിനെയാ പറയുന്നത്. ആണ്ടി വലിയ അടിക്കാരനാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് കേട്ടോ, ആണ്ടി വലിയ അടിക്കാരനാണ്. അപ്പൊ ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആരാ പറയുന്നത്? ആണ്ടി തന്നെയാ പറയുന്നത്. ആണ്ടി തന്നെയാ പറയുന്നത്. അതേപോലെ പിണറായി വിജയൻ തന്നെയാണ് കേരളത്തിൽ അതിദരിദ്രരുടെ കണക്കെടുപ്പ് നടത്തുന്നത്, അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നത്, അത് പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെ ഒരു അപഹാസ്യത എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതൊക്കെ വിലയിരുത്താൻ ഒരു ബാഹ്യ ഏജൻസി വേണ്ടേ? ഈ UNDP പോലുള്ള ഈ അന്താരാഷ്ട്ര ഏജൻസികളല്ലേ പറയേണ്ടത്? കേരളത്തിൽ ദാരിദ്ര്യം തുടച്ചു നീക്കിയോ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയോ എന്ന് പറയേണ്ടത് മറ്റൊരു ഏജൻസിയല്ലേ? അവരല്ലേ ഇതിന്റെ പഠനം നടത്തേണ്ടത്. അതല്ലാതെ പിണറായി വിജയൻ തന്നെ പ്രഖ്യാപിക്കുകയാണ്. അതെങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പഠനം നടത്തി. പിണറായി വിജയൻ തന്നെ പഠനം നടത്തുന്നു, പിണറായി വിജയൻ തന്നെ പ്രഖ്യാപിക്കുന്നു. എന്തൊരു അപഹാസ്യത അല്ലേ, എന്തൊരു അപഹാസ്യത. ഏതായാലും ഈ പരസ്യത്തിന്റെ മറ്റൊരു ഏറ്റവും എനിക്ക് കൗതുകകരമായി തോന്നിയ കാര്യം എന്താ അറിയോ? ഇതാ, ഈ മിക്കവാറും നിങ്ങൾ ഈ ഏതെങ്കിലും ഒരു പത്രമൊക്കെ വായിക്കുന്ന ആൾക്കാരാണല്ലോ നിങ്ങൾ. നിങ്ങളുടെ വീട്ടിൽ ഒരു പക്ഷെ പത്രം ഉണ്ടാവും. ഈ പത്രം, ഈ പരസ്യത്തിൽ എന്നെ ആകർഷിച്ചത്, ഈ പരസ്യത്തിലെ ഈ പറയുന്ന മൊത്തം ഉഡായിപ്പ് പരിപാടികളല്ല. ഇതിന്റെ ഏറ്റവും അവസാനം ഒരു വാചകമുണ്ട് കേട്ടോ, ഒരു വരി. ഏറ്റവും അവസാനം ഈ പത്രത്തിലെ ഏറ്റവും അവസാനം ഒരു വരിയുണ്ട്, കുറച്ച് ഫോൺ നമ്പറുകളും ഉണ്ട്. അതെന്താണെന്ന് ഞാൻ വായിക്കുന്നതിന് മുമ്പ്, നമ്മൾ സാധാരണ ഈ സിഗരറ്റ് പെട്ടിക്ക് മുകളിൽ, സിഗരറ്റ് പാക്കറ്റിന്റെ മുകളിൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് എഴുതിയിട്ടുണ്ടാവും. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. മദ്യക്കുപ്പികളിൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ആരോഗ്യത്തിന് ഹാനികരമായ അല്ലെങ്കിൽ ഒട്ടും ഹിതകരമല്ലാത്ത ഈ പുകവലി അല്ലെങ്കിൽ മദ്യപാനം, ഇതൊക്കെ നമ്മളൊരു മുന്നറിയിപ്പ് കൊടുക്കാറുണ്ട്. നിങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചുള്ളൂ, പക്ഷെ ശ്രദ്ധിക്കണം, ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ ഹനിക്കുന്നതാണ്, ആരോഗ്യത്തെ തകർക്കുന്നതാണ് എന്ന് പറയുന്ന മുന്നറിയിപ്പുണ്ട് കേട്ടോ. എനിക്ക് പിണറായി വിജയനോട് ഇന്ന് ഭയങ്കര സ്നേഹം, അല്ലെങ്കിൽ ഈ പരസ്യം നൽകിയ ആൾക്കാരോട് എനിക്ക് ഇന്ന് ഏറെ ഞാനിങ്ങനെ എന്റെ മുന്നിൽ കണ്ടു കിട്ടിയാൽ ഞാനിങ്ങനെ വരെ വാരി പുണരുമായിരുന്നു കേട്ടോ. കാരണം ഈ പരസ്യത്തിന്റെ ഏറ്റവും അടിയിൽ ഈ വരി ഞാനൊന്ന് വായിക്കാം കേട്ടോ. അതിങ്ങനെയാണ്: മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിന് ഹെൽപ്പ് ലൈൻ നമ്പർ 1933, വാട്സപ്പ് നമ്പർ 9497979794, 9497927797. ഒരിക്കൽ കൂടി വായിക്കാം: മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിന് ഈ ഹെൽപ്പ് ലൈൻ നമ്പർ ഉപയോഗിക്കുക. ചിരി വരുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് ഈ പറയുന്ന ഉഡായിപ്പ് പരിപാടി ഇത് വായിക്കുമ്പോൾ ഒക്കെ നമുക്ക് മനസ്സിലാകും, ഇത് ശുദ്ധ തട്ടിപ്പാണെന്ന് മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ ഈ പരസ്യം തയ്യാറാക്കിയ പിണറായി വിജയൻ തന്നെ പറയുകയാണ്, ഇത് മയക്കുമരുന്നാണ്, ഇതൊരു മയക്കാണ്, നിങ്ങളെ മയക്കാനുള്ള മദ്യപാനം പോലെ, പുകവലി പോലെ നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് തരുന്നത് പോലെ ഇത് ഒരു മയക്കുമരുന്നാണ്. നിങ്ങളെ മയക്കുന്ന സംഭവമാണ്. മയക്കുവടി വെക്കുകയാണ് ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ മുന്നറിയിപ്പ് ശ്രദ്ധിക്കണം. അതായത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇതൊരു മയക്കുമരുന്നിന്റെ ഒരു സാമ്പിൾ ആണ്. ഇങ്ങനെയുള്ള മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നിങ്ങൾ വിളിച്ചറിയിക്കണം എന്ന് പറയുകയാണ് കേട്ടോ. എന്തൊരു തമാശ! ഇതിന്റെ ലോജിക്ക് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല കേട്ടോ. അതായത് അതിദാരിദ്ര്യ വിമുക്തമാകുന്നതിനെ പറ്റിയുള്ള ഒരു ഫുൾ പേജ് പരസ്യം കൊടുത്തിട്ട് ആ പരസ്യത്തിന്റെ ഒക്കെ അടിയിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിന് ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ പിന്നെ എന്തിനാ? ആർക്കെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. തമാശ എന്ന് പറഞ്ഞതൊക്കെയാണ്. അപ്പോൾ കേരള പിറവി ദിനത്തിൽ ഇന്ന് പിണറായി വിജയൻ സർക്കാർ ചെയ്ത 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടുത്തെ 6 ലക്ഷത്തോളം വരുന്ന അതിദരിദ്രരെ അവരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടിരിക്കുന്നു. നാളെ മുതൽ കേന്ദ്രം ഇത് നിർത്താൻ പോവുകയാണ്, നിർത്തിയിരിക്കും എന്ന് പറഞ്ഞാൽ ഇനി മുതൽ പാവങ്ങൾക്ക്, അതിദരിദ്രർക്ക് സൗജന്യമായി ഒന്നും കിട്ടില്ല. അത് തന്നെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, കേരള ജനതയെ ആകെ പറ്റിച്ചിരിക്കുകയാണ്. കോടികൾ ചെലവിട്ടിട്ട് ദൂർത്തടിക്കുകയാണ്. ഇത് ഇന്നലെയാണ് 2000 കോടി കടം വാങ്ങിയത് കേട്ടോ. 2000 കോടി രൂപ കടം വാങ്ങിയത് ഇന്നലെയാണ്. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് ഒരു 2000 രൂപ കൂടി കടമെടുത്തിട്ട് ഏതാണ്ട് അതിന്റെ പകുതിയോളം തുക ഇതാ ഞങ്ങൾ
ഇവിടുത്തെ അവസാനത്തെ ദരിദ്രനെയും തുടച്ചു നീക്കി എന്ന് പറയുന്ന ഒരു കള്ള പ്രസ്താവന കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ പത്രങ്ങളിലും പരസ്യം കൊടുക്കാൻ വേണ്ടിയിട്ട് ചെലവാക്കിയ കോടികൾ. ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചു, ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം. എന്നിട്ട് 2026 ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരെ തന്നെ ജയിപ്പിക്കണം? കാരണഭൂതനെ തന്നെ ജയിപ്പിക്കണം. മറന്നു പോകരുത് കേട്ടോ. ലാൽസലം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യമായി ഇന്നത്തെ പ്രധാന പത്രങ്ങളൊന്ന് നോക്കാം. ഇത് കേരള കൗമുദി. അതിദാരിദ്ര്യം അവസാനിപ്പിച്ചു, ഉയരുന്നു അഭിമാനം. കേരളം ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം. പ്രഖ്യാപനം കേരളപ്പിറവി ദിനത്തിൽ 2025 നവംബർ 1 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം വൈകിട്ട് 3 തുടങ്ങി. ഇതിൽ പങ്കെടുക്കുന്ന മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും കമലഹാസന്റെയും ഒക്കെ പേരും അവരുടെ അവർക്ക് കിട്ടിയ പത്മശ്രീ പത്മഭൂഷൺ പുരസ്കാരങ്ങളെ കുറിച്ച്, അത് കഴിഞ്ഞിട്ട് സ്വപ്നങ്ങൾക്കൊരിടം, എല്ലാവർക്കും ആരോഗ്യം, സ്നേഹം വിളമ്പിയ നാട്, ശാക്തീകരണത്തിലൂടെ സ്വാഭിമാനം എന്ന് തുടങ്ങി പിണറായി വിജയന്റെ കാരണഭൂതത്തിന്റെ ചിരിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇലക്ഷൻ പ്രചരണാർത്ഥം മൂന്നാമതും പിണറായി വിജയനെ അധികാരത്തിലേറ്റുക എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് കേരളകൗമുദിയുടെ 1-ാം പേജിലെ പരസ്യം. ഇത് കേരളകൗമുദി 1-ാം പേജിൽ മാത്രമല്ല കേട്ടോ, ഇന്നിറങ്ങിയ എല്ലാ പത്രങ്ങളുടെയും 1-ാം പേജിലെ പരസ്യമാണ്, ഫുൾ പേജ് പരസ്യം. കേരള സർക്കാർ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസിന്റെ പരസ്യം. മാതൃഭൂമി, കേരളകൗമുദി, മാതൃഭൂമി, മാധ്യമം, മലയാള മനോരമ, ദേശാഭിമാനി. അങ്ങനെ ഈ പത്രങ്ങളുടെ എല്ലാം ഞാനിപ്പോ 5 പത്രം നിങ്ങൾക്ക് കാണിച്ചത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്ന് കേരളത്തിൽ ഇറങ്ങിയ അന്യ ഭാഷകൾ, അല്ലെങ്കിൽ ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണല്ലോ. ഇന്ത്യയിലല്ല, ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇനി കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ പത്രങ്ങളിൽ, മറ്റ് ദേശീയ പത്രങ്ങളിൽ, മറ്റ് അന്താരാഷ്ട്ര പത്രങ്ങളിൽ, മാധ്യമങ്ങളിൽ പരസ്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അത് നമുക്ക് നോക്കാം. ഒരുപക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. ഇനി അത് പോട്ടെ. ഇനി കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും ഇങ്ങനെ ഫുൾ പേജ് പരസ്യം ചെയ്യണമെങ്കിൽ എത്ര കോടി രൂപ പിണറായി വിജയൻ പൊടിച്ചിരിക്കണം? ഒന്ന് കണക്കൂട്ടി നോക്കിയാൽ മതിയെ. അതായത് കേരളത്തിൽ ഇനി മുതൽ അതിദരിദ്രരില്ല എന്ന കല്ലുവെച്ച കള്ളത്തരം പ്രചരിപ്പിക്കാൻ ഒരു മനുഷ്യനത് വിശ്വസിക്കില്ല. ഒരു മനുഷ്യനും ഇത് വിശ്വസിക്കില്ല. അഞ്ജു പാർവതി പ്രഭീഷിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. നമുക്ക് അതൊന്ന് ആദ്യം. അഞ്ജു പാർവതി പ്രഭീഷ് എന്ന് പറയുന്നത് പ്രമുഖയായ ഒരു ജേർണലിസ്റ്റ് ആണ്. മാത്രമല്ല അവര് കഴിഞ്ഞ കുറെ കാലങ്ങളായി തെരുവോരത്ത് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത ഒരുപാട് അതിദരിദ്രരായ ആളുകൾക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അഞ്ജു പാർവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണെന്ന് അറിയോ? എങ്ങനെയാണ് ഈ നട്ടാൽ കുരുക്കാത്ത നുണ ഉളുപ്പില്ലാതെ പറയാൻ ഒരു സംസ്ഥാനം ഭരിക്കുന്ന ആൾക്ക് കഴിയുന്നത് എന്നാണ് അഞ്ജു പാർവതി പ്രഭീഷ് ചോദിക്കുന്നത്. ഒന്ന് ക്ലിഫ് ഹൗസ് മേടയിൽ നിന്ന് ഇറങ്ങി മ്യൂസിയം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പുറത്തേക്ക് നോക്കുക തമ്പ്രാനെ. അവിടെ മുതൽ കാണാൻ കഴിയും റോഡരികിൽ തെരുവ് വീടാക്കി ജീവിക്കുന്ന 100 കണക്കിന് മനുഷ്യരെ. ഒരു നേരത്തെ ഭക്ഷണം കാത്ത് തെരുവോരത്തിരിക്കുന്ന പാവം മനുഷ്യരെ. പക്ഷേ അവരെ കാണണമെങ്കിൽ ഡബിൾ ചങ്ക് ഉണ്ടായാൽ പോരാ, ഉള്ള 2 കണ്ണുകളിലെയും രാഷ്ട്രീയ തിമിരം മാറ്റണം. ചങ്കിൽ ഒരൽപ്പം കരുതൽ വേണം. താങ്കൾക്ക് ധൈര്യമുണ്ടോ ഒരു ദിവസം എന്റെ ഒപ്പം തെരുവോരത്ത് അന്നം കൊടുക്കുവാൻ കൂടെ പോരാൻ? അഞ്ജു പാർവതി പ്രഭീഷ് ഇന്ന് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ പറയുന്നത് നവംബർ 1 ഇന്ന് മുതൽ കേരളത്തിൽ അതിദരിദ്രരില്ല എന്നാണ്. കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാത്ത, അതായത് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു മനുഷ്യൻ പോലും ഇന്നു മുതൽ കേരളത്തിൽ ഉണ്ടാവില്ല. കിടന്നുറങ്ങാൻ കൂരയില്ലാത്ത ഒരു മനുഷ്യനും ഇന്ന് മുതൽ കേരളത്തിൽ ഉണ്ടാവില്ല. അവരുടെ രോഗങ്ങളൊക്കെ വന്നാൽ സൗജന്യമായി ചികിത്സ കിട്ടാത്ത ഒരു മനുഷ്യനും കേരളത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രഖ്യാപനം. പക്ഷേ അഞ്ജു പാർവതി പ്രഭീഷ് തെരുവോരത്തെ വിശക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുന്ന
ഈ ദൗത്യം നിർത്തിയിട്ടില്ല. അപ്പൊ അഞ്ജു പാർവതി പ്രവേശി ചോദിക്കുകയാണ്, താങ്കൾക്ക് ധൈര്യമുണ്ടോ വിജയ ഒരു ദിവസം എന്റെ ഒപ്പം തെരുവോരത്ത് അന്നം കൊടുക്കുവാൻ കൂടെ പോരാൻ? നഗരസഭ മുതൽ കിഴക്കേക്കോട്ട വരെ മാത്രം മതി, അധികം കേരളം മുഴുവനൊന്നും സഞ്ചരിക്കണ്ട. എവിടെ മുതൽ? നഗരസഭ മുതൽ കിഴക്കേക്കോട്ട വരെ മാത്രം മതി. കാണിച്ചു തരാം ഈ നാട്ടിൽ, ഈ തലസ്ഥാന നഗരിയിൽ ജനിച്ച ജീവിക്കുന്ന, സ്വന്തമായി ഇത്തിരി മണ്ണില്ലാതെ പാലത്തിന്റെ കീഴെയും കടവരാന്തകളിലെ ഇത്തിരി തിണ്ണയെയും തലചായ്ക്കാൻ ഉള്ള ഇടമാക്കുന്നവരെ, എന്നെ പോലുള്ള മനുഷ്യർ നൽകുന്ന ഭക്ഷണപ്പൊതികൾ കൊണ്ട് വിശപ്പാറ്റുന്നവരെ, പൊട്ടിയടർന്ന വ്രണങ്ങളിൽ വല്ലപ്പോഴും നമ്മളൊക്കെ നൽകുന്ന മരുന്നും മറ്റും കൊണ്ട് തെല്ല് ആശ്വാസം കണ്ടെത്തുന്നവരെ എന്നാണ് അഞ്ജു പാർവതി പ്രവേശ് ചോദിക്കുന്നത് കേട്ടോ. മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഒരു നിയമസഭയിലെ ഒരു ഉത്തരമുണ്ട് കേട്ടോ. ഭക്ഷ്യമന്ത്രി GR അനിൽ നൽകുന്ന ഉത്തരമാണ്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് നിയമസഭയിൽ മാമിക്കുട്ടി MLA ചോദിക്കുന്ന ചോദ്യത്തിന്, അതായത് കേരളത്തിൽ എത്ര അതിദരിദ്രരുണ്ട് എന്നായിരുന്നു ചോദ്യം. കേരളത്തിൽ എത്ര അതിദരിദ്രരുണ്ട്, അതിദരിദ്രരായ ആൾക്കാർക്ക്, അതായത് AAY സ്കീം ഉണ്ടല്ലോ, അന്ത്യോദയ അന്ന യോജന സ്കീം പ്രകാരം കേന്ദ്ര സർക്കാർ ഇവർക്ക് സൗജന്യമായി അരിയും ഗോതമ്പും നൽകുന്നുണ്ട് കേട്ടോ. എത്ര പേർക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചോദ്യം ഇങ്ങനെയായിരുന്നു, വളരെ സ്പെസിഫിക് ആയിരുന്നു. അതിദരിദ്രരായ AAY കാർഡുടമകൾ എത്ര പേരുണ്ട് കേരളത്തിൽ? 2 മാസങ്ങൾ മുമ്പാണ് ചോദ്യം കേട്ടോ. നമ്മുടെ ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞാണ്. നിയമസഭയിൽ കള്ളത്തരം പറയില്ലല്ലോ, നിയമസഭയിൽ കള്ളത്തരം പറയില്ല. ആ നിയമസഭയിൽ ഭക്ഷ്യമന്ത്രി പറഞ്ഞതാണ് 5,91,000 പ്ലസ് എന്ന് പറഞ്ഞാൽ 6 ലക്ഷത്തിനടുത്ത് അതിദരിദ്രർ കേരളത്തിലുണ്ട് എന്ന്. എന്നിട്ടാണ് കാരണബോധത്തിന്റെ ശിങ്കിടികളും കഴിഞ്ഞ ദിവസം പറഞ്ഞത് 64,006 കുടുംബങ്ങൾ മാത്രമാണ്, അതിലാകെ ഏതാണ്ട് 1 ലക്ഷത്തോളം അംഗങ്ങൾ, അത്രയോ അതിദരിദ്രരുള്ളൂ എന്ന്. അപ്പൊ ഏതായാലും കേന്ദ്രം നാളെ മുതൽ 6 ലക്ഷത്തോളം അതിദരിദ്രർക്കുള്ള അരിയും ഗോതമ്പും സൗജന്യമായി നൽകുന്ന അരിയും ഗോതമ്പും നിർത്തിയാൽ എന്ത് ചെയ്യും വിജയ? നിങ്ങൾ സാധാരണ ഇവരുടെ പാവപ്പെട്ട അതിദരിദ്രരുടെ കഞ്ഞിയിൽ കൂടി മണ്ണ് വാരിയിട്ട് പോവുകയാണ് കേട്ടോ. നിങ്ങൾക്ക് മൂന്നാമതും അധികാരത്തിൽ വരണമെങ്കിൽ ചങ്കുറ്റത്തോടെ ജനങ്ങളോട് പറയണ്ടേ, ഞങ്ങൾ കഴിഞ്ഞ 2 വർഷം ഞങ്ങൾ ഭരിച്ചിട്ട് ഈ നാട്ടിൽ ഞങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ്, ഞങ്ങൾ ഈ നാട്ടിൽ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ്, ഞങ്ങൾ നിങ്ങളോട് 2021 നൽകിയ ഞങ്ങളുടെ ഈ പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇതാ, ഇന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ മൂന്നാമത് അധികാരത്തിലേറ്റും, അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ. അതല്ലാതെ നിങ്ങൾ ഇമ്മാതിരി ചെറ്റപ്പരിപാടി ചെയ്യരുത് വിജയ. എത്ര ദിവസമാണ് നിങ്ങളോട് പറയുന്നത്? കാരണം കേരളത്തിലെ ജനങ്ങൾ പഴയ പോലെ മണ്ടന്മാരല്ല. അവർ ദേശാഭിമാനി പത്രം മാത്രമല്ല വായിക്കുന്നത്, അവർ കൈരളി ചാനൽ മാത്രമല്ല കാണുന്നത്, അവർ റിപ്പോർട്ടർ ചാനൽ മാത്രമല്ല കാണുന്നത്. അവര് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ വാർത്തകളും എല്ലാ വിവരങ്ങളും അവരപ്പോ പറയുന്നുണ്ട് കേട്ടോ, അവരപ്പോ പ്രതികരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിങ്ങനെ ഈ കോടികൾ ചെലവിട്ട് പത്ര പരസ്യം ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? ആരാണ് ഇത് വിശ്വസിക്കാൻ പോകുന്നത്? നിങ്ങൾ കരുതുന്നുണ്ടോ ഈ കോടികൾ മുടക്കി ഈ പരസ്യം, ഇത്രയും പരസ്യം എല്ലാ പത്രങ്ങളിലും കാരണബോധത്തിന്റെ ഈ ചിത്രവുമായി ഇത് പ്രഖ്യാപിക്കുന്ന ആരാണെന്നറിയോ? അതായത് കേരളത്തില് അതിദരിദ്രർ ഇന്നു മുതൽ ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് ഏതെങ്കിലും അതിദരിദ്രരായ ആൾക്കാര് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടിയ ഒരു 10 ആൾക്കാരല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കായിരുന്നു. ഇന്നലെ വരെ അതിദാരിദ്ര്യത്തിൽ കഴിഞ്ഞ ഒരു 10 പേരെ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് അവർ പ്രഖ്യാപിക്കുകയാണ്, ഇതാ കാരണബോധത്തിന്റെ ഈ കേരളത്തിൽ ഞങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടിയിരിക്കുന്നു എന്നല്ല പറയുന്നത് കേട്ടോ. അങ്ങനത്തെ ആൾക്കാർ കിട്ടാനില്ല. കാരണം അതിദാരിദ്ര്യത്തിൽ നിന്ന് ആരും മുക്തി നേടിയിട്ടില്ല. അത് പ്രഖ്യാപിക്കുന്നത് ദാരിദ്ര്യം എന്താണെന്ന് അറിയാത്ത, നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് ദാരിദ്ര്യം, ഒരു നേരത്തെ വിശപ്പ് എന്താണെന്ന് അറിയാത്ത മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ, ഈ 3 പേരും കേരള ജനത നെഞ്ചേറ്റിയവരാണ്, കേരളം സ്നേഹിക്കുന്നവരാണ്, കേരളത്തിന്റെ അഭിമാന നടന്മാരാണ് കേട്ടോ. പക്ഷേ അവർക്ക് ദാരിദ്ര്യത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. അവരാരാണ് ഇത് പ്രഖ്യാപിക്കാൻ? ഇതിന്റെ ഒരു അപഹാസ്യത നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അന്തംഗമികൾ പോട്ടെ, അവരെന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. കാരണം അവർ രാവിലെ തന്നെ പിണറായി വിജയൻ എന്താ പറയുന്നത്, അല്ലെങ്കിൽ അപ്പം ഗോവിന്ദൻ എന്താണ് പറയുന്നത്, ദേശാഭിമാനി പത്രത്തിൽ എന്താണ് എഴുതിയത്, കൈരളി ചാനൽ എന്താണ് പറയുന്നത്, റിപ്പോർട്ടർ ചാനൽ എന്താണ് പറയുന്നത്, അത് മാത്രമേ അവരത് മാത്രമേ അംഗീകരിക്കൂ.
അവരത് മാത്രം അംഗീകരിക്കൂ. അവരെ നമുക്ക് എന്തായാലും മാറ്റാൻ പറ്റില്ല, വിട്ടേക്കുക. ബാക്കിയുള്ളവരാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇന്നു മുതൽ കേരളത്തിൽ അതിദരിദ്രരേ ഇല്ല. പൊതിച്ചോറ് പരിപാടി ഇന്നു മുതൽ ഇല്ല. ഒരാളും നിങ്ങൾക്ക് മുമ്പിൽ ഇനി കൈനീട്ടി വരില്ല. എന്തെങ്കിലും ഞങ്ങളുടെ വിശപ്പടക്കാൻ എന്തെങ്കിലും തരൂ എന്ന് ഒരു മനുഷ്യൻ പോലും ഇന്നു മുതൽ നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടി വരില്ല. നിങ്ങൾ തെരുവോരത്തോടെ പോകുമ്പോൾ ഒരു മനുഷ്യനെയും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. തെരുവോരത്ത് കഴിയുന്ന ഒരു മനുഷ്യനെയും കേരളത്തിൽ കാണാൻ കഴിയുന്നില്ല. ഈ പറയുന്ന ആൾക്കാർക്ക് മുഴുവൻ വീടും മറ്റ് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കൊടുക്കുകയെന്നാണ് പറയുന്നത് കേട്ടോ. കേരളത്തിലെ പ്രബുദ്ധരായ സാമൂഹ്യ നിരീക്ഷകര്, സാമ്പത്തിക ശാസ്ത്രജ്ഞര് ഒക്കെ പറയുന്നത് തട്ടിപ്പാണ്, ശുദ്ധ തട്ടിപ്പാണ്.